ഹലോ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഞാനൊരു ഫുൾ ഡേ വ്ളോഗാണ് പ്ലാൻ ചെയ്യുന്നത്. ഫുൾ എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ അങ്ങനെ ഫുൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ഫുൾ ഡേ വ്ളോഗായിരിക്കും. അല്ലെങ്കിൽ ഇത് എപ്പോഴത്തെയും പോലെ ഒരു മിനി വ്ളോഗാക്കി എൻഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ടൈം ഈസ് 10:45. നമുക്ക് 11 ആണ് ഷോ. അതിരടി മൂവി കാണാൻ വേണ്ടി പോവുകയാണ്. തിയേറ്റർ ഇവിടുന്ന് ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് പോകുന്നത്. രേവതി തിയേറ്ററാണ്. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എത്താറായി കാണും. അങ്ങനെ ഞങ്ങൾ രേവതിയിലെത്തി. ന്യൂഫ 3 മിനിറ്റ്സിൽ രേവതി എത്തിച്ചു. ലിഫ്റ്റ് പോയാലോ എന്ന് വെച്ചാ എനിക്കിതാ ഈ സാധനം. എനിക്കിത് നിനക്കാ വേണ്ട എനിക്കിത്. ഇത് നല്ലതാണടി, എനിക്ക് ഇഷ്ടമല്ലേ. ഡ്രിങ്ക്സാ എനിക്കൊന്നും വേണ്ട. നമുക്ക് ഇന്റർവെല്ലിന് വാങ്ങിക്കാം. ബാക്കി മിനറൽ വാട്ടർ. എനിക്ക് ഞാൻ കുടിക്കത്തില്ല, നീ വാങ്ങിച്ചോ. എനിക്ക് വേണ്ട. തുടങ്ങിക്കാണ് പെട്ടെന്ന്. വേണ്ട അതെന്തോന്നാണ്? മാംഗോ ഷേക്ക്. എന്നാ ഒന്നുകൂടെ മാംഗോ ഷേക്ക് ആണെങ്കിൽ ഒന്നുകൂടെ. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പം ന്യൂഫായെ കണ്ടപ്പോഴേ അവൾ പറഞ്ഞു അവൾക്ക് വിശക്കുന്നു. അപ്പോൾ സ്നാക്സ് കൂടി വാങ്ങിച്ചിട്ട് കയറിയപ്പോൾ മൂവി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. സ്നാക്സ് ഫിനിഷ് ചെയ്ത് ഇൻ്റർവെല്ലാകുമ്പോൾ പോപ്കോൺ വാങ്ങിക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ നമുക്ക് വയറ് ഫില്ലായി, അതുകൊണ്ട് പോപ്കോൺ വാങ്ങിയില്ല. അങ്ങനെ മൂവി കഴിഞ്ഞു. കൊള്ളായിരുന്നു, നല്ല മൂവി ആയിരുന്നല്ലേ. എന്തൊക്കെ ഇഷ്ടപ്പെട്ട്? രേവതി തിയേറ്ററിലെ മൂവി എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ രേവതിയിൽ വന്നിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അത്രയൊക്കെ വേണോ? അത്രയൊക്കെ എനിക്ക് ബേസിൽ ടൊവിനോ കൊള്ളാം, ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ ബേസിലാണ് ഞാൻ ബേസിലിൻ്റെ സൈഡായിരുന്നു. നീ നെഗറ്റീവ്. കോളേജ് ഫെസ്റ്റും പിന്നെ അമ്പല ഉത്സവവും പിന്നെ ടൊവിനോ ബേസിൽ കോംബോ കിടിലം. നല്ല ചിരിച്ച് നന്നായിട്ട് ചിരിച്ച് ലാസ്റ്റ് കുറച്ച് കരഞ്ഞു. അമ്മയുടെ തീം വന്നപ്പോൾ കുറച്ച് കരഞ്ഞു. കോളേജ് ഫെസ്റ്റിൻ്റെ വന്നപ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ക്യാമ്പസൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വന്ന് ചെറുതായിട്ടൊന്ന് മിസ് ചെയ്ത് എല്ലാവരെയും. മഴയും അതിരടിയും നല്ല കോമ്പിനേഷൻ. പിന്നെ മാംഗോ ഷേക്കും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെക്സോറ അക്കാഡമിയെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് ലെക്സോറ അക്കാഡമി ഫൗണ്ടർ ആൻഡ് ചെയർമാൻ നൂഫ നാസി. ഞാനിവിടെ ഐഡിയ എടുത്തേക്കാം, നിങ്ങൾ DM ചെയ്താൽ മതി. ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. ലെക്സോറ അക്കാഡമി. അങ്ങനെ മീൽസ് കഴിക്കാമെന്ന് കരുതി കണാരൻസിൽ വന്നപ്പോൾ അവിടെ ബിരിയാണിയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയില്ല. നല്ല ചെറിയ മഴയുണ്ടേ. എന്നിട്ട് ഞങ്ങൾ പാരിപ്പള്ളിയിൽ പരവൂർ റോഡിലുള്ള ഉറി തട്ടുകടയിൽ എത്തിയപ്പോൾ അവിടെയും ഒന്നുമില്ല. ചേച്ചി ക്രോസ് ചെയ്ത് എവിടെ റെസ്റ്റോ കഫേ, ചൈനീസ് മന്തി, ജ്യൂസസ്. അങ്ങനെ മീൽസ് തിരക്കി ഞങ്ങൾ മീനമ്പലം എത്തി. അപ്പോൾ നൂഫ പറഞ്ഞു നമുക്ക് ഈ ശബരിയിൽ കയറാം. നൂഫ ഇവിടെ കയറിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഫുഡാണെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ കയറിയപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടേബിളും ഫില്ലായിരുന്നു. നല്ല തിരക്കുണ്ട് ഇവിടെ. ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും.
ചിക്കൻ ഫ്രൈ കഴിച്ചു നോക്കട്ടെ. ചീനിയും തലക്കറിയൊക്കെ ന്യൂഫാക്ക് വേണോന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പിന്നെ പൊതിച്ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയറ് ഫില്ലായി. അങ്ങനെ വീടെത്തി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇപ്പൊ ടൈം 3:40. അപ്പോൾ എനിക്ക് വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അതാണ് അടുത്ത പരിപാടി. ഇനി ഇയാബുവിന് ഹെൽത്ത് മിക്സ് ഉണ്ടാക്കണം. ഇതാണ് മോന്റെ ഹെൽത്ത് മിക്സ് പൗഡർ. ഇത് ഗ്രീൻ ടീ ആണേ. അപ്പോൾ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് നമുക്ക് കുറുക്കുണ്ടാക്കാം. ഞാൻ കുടിക്കുന്ന ഈ ഗ്രീൻ ടീ ഈ ട്വിന്നിങ്സിൻ്റെ ഗ്രീൻ ടീ ആൻഡ് മിൻറ്റ്. അങ്ങനെ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ മാങ്ങാച്ചാർ ഇരിക്കുന്നു. ഇത് ഇന്നലെ വരെ ഇല്ലായിരുന്നു, അപ്പോൾ ഇന്നുണ്ടാക്കിയതായിരിക്കും. സോയം 5 മണി പോലും ആയില്ല, പക്ഷേ ഇരുട്ടി. ഇത് പേരക്കയാണ്. അപ്പം ഞാൻ പേരക്ക ഉണ്ടോയെന്ന് നോക്കാൻ വന്നതാണേ. മഴ പെയ്യുന്നു, നല്ല മഴ. ഞാൻ വിചാരിച്ച് പേരക്കയുടെ അടുത്ത് പോയപ്പോൾ പേരക്കയും പിന്നെ അതിൻ്റെ അടുത്ത് സ്റ്റാർ പുളിഞ്ചിയുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മുല്ലയുണ്ട്. അപ്പം മുല്ലയിൽ അത്യാവശ്യം മുല്ലപ്പൂവും മുല്ലമൊട്ടും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് മുല്ലപ്പൂ പിച്ചാന്നൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും മഴ കൂടി, നല്ല മഴ. അന്ന് ഞാനും ഉമ്മച്ചിയും കൂടെ പോയപ്പോൾ റോഡ് സൈഡിൽ നിന്ന് മാങ്ങ വാങ്ങിച്ചായിരുന്നല്ലോ. ആ മാങ്ങ പഴുത്ത്. അപ്പോൾ ആ മാങ്ങയാണിത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, നല്ല മാങ്ങ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു, ബൈ.